ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് HBO നിർമ്മിച്ച ഏറ്റവും മികച്ച 5 സീരീസുകളെക്കുറിച്ചാണ്. വീഡിയോയുടെ അടിസ്ഥാനം IMDb റേറ്റിംഗ് ആണ്. 5-ാം സ്ഥാനത്തുള്ള സീരീസാണ് ദ സോപ്രാനോസ്. ഇതൊരു ക്രൈം ഡ്രാമ സീരീസാണ്. ഇറങ്ങിയ കാലം മുതൽ തന്നെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സീരീസുകളിൽ ഒന്നായിരുന്നു ദ സോപ്രാനോസ്. ഒരു ഡോണിൻ്റെ കഥയാണ് സീരീസിൻ്റെ ഉള്ളടക്കം. ന്യൂജേഴ്സിയിലെ ഒരു മാഫിയ തലവനാണ് ടോണി സോപ്രാനോസ്. അങ്ങനെ തൻ്റെ പ്രൊഫഷണൽ ലൈഫും കുടുംബവും നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഒരു ദിവസം അയാൾക്ക് ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്നു. ശേഷം അയാൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് സീരീസ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ടോണിയുടെ പേഴ്സണൽ ലൈഫും ഈ മോബ് ബോസ് ജീവിതം എങ്ങനെ അയാളുടെ താളം തെറ്റിക്കുന്നു എന്നതുമാണ്. ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് അയാളുടെ ഡോൺ ജീവിതത്തെ ബാധിക്കുമെന്ന് അറിയാവുന്ന ടോണി അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതും അയാളുടെ ഭാര്യയോടും തെറാപ്പിസ്റ്റിനോടുമുള്ള റിലേഷനും എല്ലാമാണ് കഥ. എന്നാൽ ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ ബ്ലാക്ക് കോമഡിയും അതേസമയം റോ വയലൻസുമാണ്. കിഡിലൻ പ്ലോട്ട് പോയിന്റ്സും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അങ്ങനെ ഒരു ഡ്രാമ സീരീസിന് വേണ്ട എല്ലാം ഇതിനുണ്ട്. 1999 ഇറങ്ങിയ ഈ സീരീസ് അന്നൊരു അത്ഭുതമായിരുന്നു. TV സീരീസുകളുടെ തലവര മാറ്റിയ ഒന്നാണ് ദ സോപ്രാനോസ്. ഗോൾഡൻ ഗ്ലോബും എമ്മിയും അടക്കം നിരവധി അവാർഡുകൾ സീരീസും അതിലെ നടന്മാരും നേടി. സീരീസുകളിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായാണ് ടോണി സോപ്രാനോസ് അറിയപ്പെടുന്നത്. ഡ്രാമ ഇഷ്ടമുള്ളവർ ഒരിക്കലും കാണാതെ പോകരുത്. ബ്രേക്കിംഗ് ബാഡ് ഒക്കെ തരുന്നൊരു വൈബ് തീർച്ചയായും കിട്ടും. 6 സീസണുകളിലായി 86 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. 4-ാം സ്ഥാനത്തുള്ള സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ്. ഈ സീരീസിനെ പറ്റി അധികം പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കാരണം TV സീരീസുകൾ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് ഗെയിം ഓഫ് ത്രോൺസ്. ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ്. അത് ബഡ്ജറ്റ്, കഥാപാത്രങ്ങളുടെ എണ്ണം തുടങ്ങി പോപ്പുലാരിറ്റിയിലും കണ്ട ആളുകളുടെ എണ്ണത്തിലും എല്ലാം ഗെയിം ഓഫ് ത്രോൺസ് തന്നെയാണ് ഒന്നാമത്. ഞാൻ സ്റ്റോറി ലൈൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വിശദമായ ഒരു വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്കിലും ഏകദേശം ഒരു പ്ലോട്ട് പറയാം. ഇതൊരു പീരിയഡ് ഡ്രാമ സീരീസാണ്. വെസ്റ്ററോസ് എന്നൊരു ഫിക്ഷണൽ വേൾഡിൽ നടക്കുന്ന കഥയാണിത്. അവിടുത്തെ സിംഹാസനം നേടാൻ വേണ്ടി 9 കുടുംബങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെയും പകയുടെയും ചതിയുടെയും എല്ലാം കഥയാണ് ഗെയിം ഓഫ് ത്രോൺസ്. അതിനു പുറമെ ആയിരക്കണക്കിന് വർഷങ്ങളായി കാത്തിരിക്കുന്ന മറ്റൊരു ശത്രുവും വെസ്റ്ററോസിലേക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് ഡ്രാഗൺസ്. അതുമുണ്ട്. ഈ സീരീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തതായി ഒന്നുമില്ല. ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ സീരീസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാവും. ബിഞ്ച് വാച്ചിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല സീരീസാണിത്. ട്വിസ്റ്റുകളാൽ സമ്പന്നമാണ് ഈ സീരീസ്. കൃത്യമായി ഒരു നായകനെയോ നായികയോ പോലും പറയാൻ കഴിയാത്ത അത്രയും ക്യാരക്ടേഴ്സ്, ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ടി വരുന്ന വാർ സീക്വൻസുകളും. അങ്ങനെ ഗെയിം ഓഫ് ത്രോൺസിനെ പറ്റി പറഞ്ഞാൽ തീരില്ല. ഇതൊരു കംപ്ലീറ്റ് ആക്ഷൻ സീരീസ് ആണെന്ന് കരുതേണ്ട. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സ്റ്റോറി ലൈൻ ഉള്ള ഒരു പെർഫെക്റ്റ് ഡ്രാമ സീരീസാണിത്. 2019 അവസാനിച്ച സീരീസ് അവസാന സീസൺ വരെയും ബ്രേക്കിംഗ് ബാഡിന് തൊട്ട് പിന്നിൽ 2-ാം സ്ഥാനത്തായിരുന്നു. അവസാന സീസണിൽ വന്ന റേറ്റിംഗ് ഇടിവ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 1-ാം സ്ഥാനത്ത് കുറേ കാലം നിൽക്കേണ്ട ഒരു സീരീസ്. ഇനി എത്ര സീരീസുകൾ വന്നാലും ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ടാക്കിയ ഒരു തരംഗം ഉണ്ടാക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. 8 സീസണുകളിലായി 73 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. 3-ാം സ്ഥാനത്തുള്ള സീരീസാണ് ദ വയർ. ഗെയിം ഓഫ് ത്രോൺസിന് മുമ്പ് HBOയുടെ ഏറ്റവും പോപ്പുലർ ഷോ. ഇന്നും അമേരിക്കയിൽ പലരും ബ്രേക്കിംഗ് ബാഡിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഷോ. അതിന് വ്യക്തമായ കാരണമുണ്ട്. ദ വയർ എന്ന സീരീസ് അത്രയ്ക്കും റിയലിസ്റ്റിക് ആണ്. അമേരിക്കയിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അവർ കണ്ട പല കാഴ്ചകളുമാണ് ഈ സീരീസിലുടനീളം. ബാൾട്ടിമോർ എന്ന സിറ്റിയിലെ മയക്കുമരുന്ന് മാഫിയയുടെയും അവരെ പിടിക്കാൻ കഷ്ടപ്പെടുന്ന പോലീസിൻ്റെയും കഥയാണ് ദ വയർ. എന്നാൽ അങ്ങനെ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ തീരുന്ന ഒരു കഥയല്ല ഇതിൻ്റേത്. കാരണം ഡ്രഗ് മാഫിയ ഒരു ഫുഡ് ചെയിൻ പോലെയാണ്. അതിൽ ഏറ്റവും താഴെയുള്ള പുഴുക്കൾ എന്ന് വിളിക്കാവുന്ന ലോക്കൽ ഡീലേഴ്സ് മുതൽ ഏറ്റവും മുകളിലെ കണ്ണിയായ അധികാരത്തിലെ ഉന്നതർ വരെയുണ്ട്. ഇവരുടെ എല്ലാം കഥ ഒരേ പ്രാധാന്യത്തോടെ പറയാൻ ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സീസണും മയക്കുമരുന്ന് ബാൾട്ടിമോർ സിറ്റിയിലെ ഓരോ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഡിറ്റക്റ്റീവ് മക്നൽറ്റിയാണ് കേന്ദ്ര കഥാപാത്രം. പക്ഷേ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും സ്റ്റോറിയുണ്ട്, നല്ല ഇമ്പോർട്ടൻസും ഉണ്ട്. അതാണ് ഈ സീരീസിൻ്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പോയിന്റ്. ഡ്രഗ് മാഫിയയുടെ കഥ എല്ലാവരുടെയും കണ്ണിലൂടെ പറയുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റോറിയാണെന്ന് കരുതി ആക്ഷനും കാർ ചേസും ഒന്നും പ്രതീക്ഷിക്കരുത്. വയർ എന്നത് പണ്ട് രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു സിസ്റ്റത്തെ വിളിച്ചിരുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ സീരീസിൽ ആക്ഷനേക്കാൾ പ്രാധാന്യം ഡ്രാമക്കാണ്. HBOയെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ദ വയർ വഹിച്ച പങ്ക് ചെറുതല്ല. സോപ്രാനോസ് കൊണ്ടുവന്ന സീരീസുകളുടെ മാറ്റത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ച സീരീസാണ് ദ വയർ. ഇതിനേക്കാൾ നല്ലൊരു റിയലിസ്റ്റിക് ക്രൈം ഡ്രാമ സീരീസ് വേറെയില്ല. അമേരിക്കയ്ക്ക് പുറത്ത് ഇതിന് ഫാൻസ് താരതമ്യേന കുറവാണെങ്കിലും അവിടെ വലിയൊരു കൾട്ട് ഫോളോവിംഗ് ഉണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നിലവാരം പുലർത്തിയ ചുരുക്കം സീരീസുകൾ ഒന്നാണ് ദ വയർ. 5 സീസണുകളിലായി 60 എപ്പിസോഡുകളാണുള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് ഷെർണോബിൽ എന്ന മിനി സീരീസാണ്. ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന സീരീസാണ്. ലോകത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു 1986 ഷെർണോബിൽ എന്ന സ്ഥലത്തെ ന്യൂക്ലിയർ റിയാക്ടറിൽ സംഭവിച്ച ന്യൂക്ലിയർ ഡിസാസ്റ്റർ. നിരവധി പേരുടെ ജീവനെടുത്ത ആ സംഭവത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് HBOയുടെ ഷെർണോബിൽ എന്ന സീരീസ്. ആ അപകടവും അതിൻ്റെ ശേഷം നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സീരീസിൽ പറയുന്നത്. ഒരു ചരിത്ര സംഭവത്തെ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി അവതരിപ്പിക്കാൻ ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങിയ ഉടനെ തന്നെ ഇത് IMDbയുടെ ടോപ്പ് 5-ൽ ഇടം പിടിച്ചു. സംഭവത്തെ നേരിൽ കാണുന്നൊരു ഫീൽ നമുക്ക് തരാൻ കഴിയുന്നു എന്നതാണ് എന്നെ ആകർഷിച്ച ഒരു ഘടകം. അതിന് കാരണം ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. എല്ലാവർക്കും എന്നും എടുത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചരിത്ര സൃഷ്ടിയായി ചെർണോബിൽ നിലനിൽക്കും. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു സീരീസ് തന്നെയാണ്.
വെറും 5 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കാനും പറ്റും. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണെങ്കിലും ഒരിക്കലും ഒരു ഡോക്യുമെൻ്ററി പോലെ തോന്നാത്ത നല്ല എൻഗേജിംഗ് ത്രില്ലർ സീരീസാണ് ചെർണോബിൽ. 1-ാം സ്ഥാനത്തുള്ള സീരീസാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. 2001 ഇറങ്ങിയ HBO-യുടെ 10 എപ്പിസോഡിൽ അടങ്ങിയ ഒരു മിനി സീരീസാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. 2-ാം ലോക മഹായുദ്ധത്തിൽ ഈസി കമ്പനി എന്ന അമേരിക്കൻ ആർമിയുടെ 101-ാം എയർബോൺ ഡിവിഷന്റെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഹിസ്റ്ററി ഡ്രാമ ജോണറിൽപ്പെടുന്ന ഈ സീരീസ് ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളും വാർ സീക്വൻസുകളും ഇതിലുണ്ട്. 2-ാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിലെത്തുന്ന കുറച്ച് യുവാക്കളുടെ ട്രെയിനിങ്ങും വന്നത് മുതൽ യുദ്ധം കഴിയുന്നത് വരെയുള്ള കാലത്തെ കഥയാണിത്. അങ്ങേയറ്റം റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സീരീസിന്റെ ട്രീറ്റ്മെന്റ്. വർഷങ്ങൾ നീണ്ട ഒരു യുദ്ധത്തെ വെറും മണിക്കൂറുകൾക്കുള്ളിൽ കാണിക്കുക എന്ന ചലഞ്ചാണ് മിക്ക വാർ സിനിമകളും നേരിട്ടിട്ടുള്ളത്. അതിനാൽ അത്തരം ഒരു കഥ 10 എപ്പിസോഡുകളായി പറഞ്ഞപ്പോൾ അത് സിനിമകൾക്ക് കഴിയാത്ത പൂർണ്ണത കൈവരിച്ചു. സീരീസിൽ യുദ്ധത്തിൽ പങ്കെടുത്ത യഥാർത്ഥ ജവാന്മാർ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കഥാപാത്രങ്ങൾക്ക് ഒറിജിനൽ പേര് നൽകാത്തതുകൊണ്ട് അവർ മരിക്കുമോ ജീവിക്കുമോ എന്ന സസ്പെൻസ് അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത മേക്കിങ്ങും യുദ്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കി തരുന്ന അഭിനേതാക്കളും ചേർന്ന് ഈ മിനി സീരീസിനെ ലോകത്തിലെ ഏറ്റവും റേറ്റിംഗുള്ള സീരീസാക്കി മാറ്റി. വാർ മൂവീസ് ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാവും ഇതെന്ന് ഉറപ്പാണ്. 2001 ഇറങ്ങി 19 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഇതാണ് ഏറ്റവും റേറ്റിംഗുള്ള TV സീരീസ് എങ്കിൽ അതിന് കാരണം അത് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് അർഹിക്കുന്നു എന്ന് തന്നെയാണ്.